FTKയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഈ സ്ക്രീനിൽ നിങ്ങളിപ്പം കാണുന്ന ഈ വ്യക്തികളെ അറിയാലോ അല്ലേ? ഒരാളെ നല്ല പരിചയമുണ്ടായിരിക്കും. അത് മറ്റാരുമല്ല, നമ്മുടെ SNDP യോഗം പ്രസിഡന്റ് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. മറ്റേയാള് സ്വല്പം വടക്കൂന്നുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് പ്രവീൺ തഗോഡിയ എന്നുള്ള ആളാണ്. നമ്മുടെ AHP അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിൻ്റെ ഫൗണ്ടറും പ്രസിഡന്റും കൂടാണ് അദ്ദേഹം. ഈ VHP പോലെ തന്നെയുള്ള മറ്റൊരു സ്ഥാപനമാണ് AHP, മറ്റൊരു ഹിന്ദു പരിഷത്ത് വിഭാഗമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നാണ് എന്ന് പറയുന്ന പോസ്റ്റാണ്, ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഈ പോസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനി ആരിട്ട പോസ്റ്റാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നതാണ് ആ പോസ്റ്റ്. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് മറ്റാരുമല്ല, നമ്മുടെ മുൻ ഇടത് സഹയാത്രികനും നിലവിലെ BJPയുടെ വാക്കും ശബ്ദവും താൻ ഇനി ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാർത്തകളിൽ നിറഞ്ഞു നിന്ന മുൻ ഇടത് സഹയാത്രികനായ ശ്രീ റെജി ലൂക്കോസ് ജി. അദ്ദേഹം, എനിക്ക് തോന്നുന്നു ജനുവരി മാസം 9-ാം തീയതിയോ 8-ാം തീയതിയോ ആണ് അദ്ദേഹം ഈ പ്രഖ്യാപനം വരുന്നത്. അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ഈ പോസ്റ്റ് ഇട്ടതാണ്. ജനുവരി മാസം 3-ാം തീയതി, ഈ വർഷം 2026 ജനുവരി മാസം 3-ാം തീയതി രാവിലെ 8:10 അദ്ദേഹം ഇട്ട പോസ്റ്റാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, SNDP ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനും നമ്മുടെ AHPയുടെ അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡന്റായ നമ്മുടെ തൊഗാഡിയ, അങ്ങനെയാണ്, പ്രവീൺ തൊഗാഡിയും തമ്മിലുള്ള ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു തൂവൽ പക്ഷികളാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ശ്രീ റെജി ലൂക്കോസ് തൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ കുറിച്ച കുറിപ്പടിയാണിത്. വെള്ളാപ്പള്ളി നടേശൻ വാർത്തകളിൽ ഉടനീളം നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വർഗീയ വിഷം ചീറ്റുന്നു എന്നുള്ള ആരോപണത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കെതിരെ വളരെ വിമർശനം കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രീ തൊഗാഡിയയും വെള്ളാപ്പള്ളി നടേശനും ഒരു തൂവൽ പക്ഷികളാണ്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും സഹയാത്രികരാണ് എന്നുള്ള രീതിയിൽ ഉള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ശ്രീ റെജി ലൂക്കോസ്, BJPയിൽ ചേർന്ന റെജി ലൂക്കോസ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണിത്. മറ്റ് പോസ്റ്റുകളിലേക്ക് നോക്കിയാലും അത് തന്നെയാണ്. അദ്ദേഹം കോൺഗ്രസിനെയൊക്കെ വളരെയധികമായി വിമർശിക്കുന്ന, അതായത് സ്വർണം കട്ടതിൻ്റെ പേരിൽ SITയുടെ അന്വേഷണത്തോടുള്ള ബന്ധത്തിൽ കോൺഗ്രസിനെ ആരോപിക്കുന്ന, കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇതാണ്. വെള്ളാപ്പള്ളി എന്ന ബാധ്യത, ജനുവരി മാസം 2-ാം തീയതി റെജി ലൂക്കോസ് ഇട്ട പോസ്റ്റാണിത്. വെള്ളാപ്പള്ളി എന്ന ബാധ്യത പറ്റി, മതേതര പരിഷ്കൃത കേരളത്തിന് ന്യൂനപക്ഷ വിരുദ്ധനായ ശ്രീ വെള്ളാപ്പള്ളി ബാധ്യത തന്നെയാണ് എന്ന് റെജി ലൂക്കോസ് ജനുവരി മാസം 2-ാം തീയതി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് വെള്ളാപ്പള്ളിയുടെ ഫോട്ടോ ഉൾപ്പെടെ ഇട്ട് ടാഗ് ചെയ്ത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വെള്ളാപ്പള്ളി ഇപ്പോൾ ആർക്കാണ് ബാധ്യത? ആരാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ? വെള്ളാപ്പള്ളി നടേശൻ്റെ മകനുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ രൂപീകരിച്ച ഒരു പാർട്ടിയുണ്ട്, BDGS. BDGSൻ്റെ ഇപ്പോഴത്തെ തലപ്പത്തിരിക്കുന്ന ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ്. ആരാണ് തുഷാർ വെള്ളാപ്പള്ളി? വെള്ളാപ്പള്ളി നടേശൻ്റെ മകനാണ്. ഈ BDGS എന്ന പാർട്ടി ഏത് സഖ്യത്തിലാണുള്ളത്? NDA എന്ന സഖ്യത്തിലാണുള്ളത്. അത് നമുക്കൊന്ന് ജെമിനിയോടൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. നമുക്ക് എന്തായാലും ജെമിനിയോട് തന്നെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് ചോദിക്കാം. വളരെ സിമ്പിളായിട്ട് ചോദിക്കാം. NDA കേരള അലയൻസ് and its prominent party with their state heads. NDA എന്ന കേരളത്തിലെ NDA എന്ന സഖ്യകക്ഷിയെയും അതിലുള്ള പാർട്ടികളെയും അവരുടെ തലപ്പത്തിരിക്കുന്നവരെയും കുറിച്ചാണ് ഞാനിപ്പോൾ ചോദിച്ചത്. ഇൻ കേരള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDA is significantly ramping up its presence ahead of 2026 assembly elections. ഓക്കെ, ആയിക്കോട്ടെ. പ്രോമിനന്റ് NDA പാർട്ടീസ് ആൻഡ് സ്റ്റേറ്റ് ഹെഡ്സ് 2026 നിലവിൽ ഒന്ന് BJP ആണ്. BJP നയിക്കുന്ന സഖ്യമാണ് NDA. അതിൽ രാജീവ് ചന്ദ്രശേഖറാണ് സ്റ്റേറ്റ് പ്രസിഡന്റ്. രണ്ടാമത് ആരാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്? BDJS, the second largest constituent representing primarily the Irava community, led by son of SNDP യോഗം ഹെഡ് വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം പ്രസിഡന്റായ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ നയിക്കുന്ന
BDJS എന്ന പാർട്ടി. ആരാണ് ആ മകൻ? തുഷാർ വെള്ളാപ്പള്ളിയാണ് ഈ സംസ്ഥാനത്ത് മാത്രം പ്രാധാന്യമുള്ള BDJS എന്ന പാർട്ടി ഇവിടെ തലപ്പത്തിരിക്കുന്നത് SNDP യോഗം പ്രസിഡന്റ്, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ്. അപ്പോൾ നിശ്ചയമായും വെള്ളാപ്പള്ളി ഒരു ബാധ്യതയാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞ റിജി ലൂക്കോസ് ജി. ഇനി നമുക്ക് ഒന്ന് നോക്കാം, ആർക്കാണ് ഇപ്പോൾ ശരിക്കും വെള്ളാപ്പള്ളി ഒരു ബാധ്യതയായത്? നിശ്ചയമായും അത് BDS ഉള്ളവരാരും ഒഫീഷ്യലി ഒന്നും പറയില്ല. ചോദ്യം വരുന്നത് BJP-ക്കാരോടായിരിക്കും. ഈ ചോദ്യം റിജി ലൂക്കോസ് ജിയോട് ഇന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറയും? നിശ്ചയം അദ്ദേഹം ഇപ്പോൾ BJP-യുടെ ഭാഗമാണ്. അദ്ദേഹം ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമോ ഇനിയും? വെള്ളാപ്പള്ളി എന്ന ബാധ്യത എന്ന നിലപാടിൽ റിജി ലൂക്കോസ് BJP-യുടെ ശക്തിയും നാവുമായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ റിജി ലൂക്കോസ് ഉറച്ചു നിൽക്കുമോ? അദ്ദേഹത്തിന് മറ്റ് പോസ്റ്റിലേക്ക് നോക്കിയാലും അദ്ദേഹം സ്വർണ്ണക്കൊള്ളയെ പറ്റിയൊക്കെ എന്തോ കമന്റ് അദ്ദേഹം നടത്തുന്നുണ്ട്, ഞാനൊന്നും കണ്ടിട്ടില്ല. ഇതാ, വെള്ളാപ്പള്ളി നടേശനെ തള്ളി CPIM. വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും പാർട്ടിക്കില്ല എന്ന് MV ഗോവിന്ദൻ, CPM-ന്റെ പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്ന പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് നാടുനീളെ നടന്ന് പരിഷ്കൃത കേരളത്തിന് അപമാനമായി വർഗീയ വിദ്വേഷം വിളമ്പുന്ന ഈ മനുഷ്യനെ അല്പം വൈകിയാണെങ്കിലും തള്ളിപ്പറഞ്ഞത് ഏറെ സ്വാഗതമാണ്. വർഗീയ വിഷവാദം വിളമ്പുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറഞ്ഞത് ഏറെ സ്വാഗതമാണ് എന്ന് റിജി ലൂക്കോസിന്റെ ഒഫീഷ്യൽ പോസ്റ്റാണ്. ഇത് ജനുവരി മാസം 1-ാം തീയതി രാവിലെ 11:38 റിജി ലൂക്കോസ് ഇട്ട പോസ്റ്റാണ്. അപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ, CPM സംസ്ഥാന സെക്രട്ടറിയുടെ പോസ്റ്റിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. അതായത് CPM അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു, പക്ഷേ BJP അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞായിട്ട് അറിവില്ല. ആ BJP-യിലാണ് റിജി ലൂക്കോസ് ഇപ്പോൾ ചേർന്നത്. അപ്പോൾ ഒരു എന്താ പറഞ്ഞ, ഇരുവായ തലയുള്ള വാളെന്നോ ഇരുവായ തലയുള്ള പാമ്പെന്നോ അദ്ദേഹം പണ്ട് പറഞ്ഞ പോസ്റ്റൊക്കെ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആർക്കും എതിരല്ല, ഞാൻ ഒരു പാർട്ടിക്കും എതിരല്ല. ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ ചാഞ്ചോട്ടം ജനുവരി 1-നും 2-നും 3-നും 5-നും തലേദിവസം വരെ ചാനൽ ചർച്ചയിൽ BJP-യെയും വർഗീയവാദത്തിനെതിരെയും വളരെ ശക്തമായി പറഞ്ഞ റിജി ലൂക്കോസ് ഇന്ന് ആ നിലപാടിൽ, അദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹം മാറാനുണ്ടായ കാരണം എന്താണ് എന്ന് പല ന്യൂസ് ചാനലുകളും ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഞാനും അതൊന്ന് ജസ്റ്റ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ രാഷ്ട്രീയക്കാരുടെയും നിലപാട് എന്ന് നോക്കണം. അദ്ദേഹം രാഹുൽ ഈശ്വറിൻ്റെയും ഒക്കെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് മറ്റ് പലതും ഉള്ളത്. മലപ്പുറത്ത് ഇപ്പോൾ ആർക്കും എയ്ഡഡ് കോളേജോ സ്കൂളോ അനുവദിക്കേണ്ട ആവശ്യമില്ല എന്ന MV ഗോവിന്ദൻ്റെ പോസ്റ്റ് അദ്ദേഹം നോക്കുക, വെള്ളാപ്പള്ളി നടേശൻ്റെ ശ്രദ്ധയ്ക്ക് എന്ന് റിജി ലൂക്കോസ് ജനുവരി മാസം 3-ാം തീയതി ടാഗ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയക്കാരുടെ ഓരോരോ ചാഞ്ചാട്ടം, ഇന്നലെ വരെ വെള്ളാപ്പള്ളി നടേശനെ എതിർത്ത് പറഞ്ഞ റിജി ലൂക്കോസിന് ഇന്ന് അദ്ദേഹത്തിനെ അനുകൂലിക്കേണ്ട, അദ്ദേഹത്തിന് ഒപ്പം നിൽക്കേണ്ട ബാധ്യത, റിജി ലൂക്കോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ വെള്ളാപ്പള്ളി നടേശനെ താങ്ങേണ്ടിയ ബാധ്യത ഇന്ന് റിജി ലൂക്കോസ് ജിക്ക് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റുള്ള പോസ്റ്റുകൾ തന്നെ നോക്കുക. സമാനതകളില്ലാത്ത വികസനങ്ങളും കരുതലുകളും നൽകി മാതൃകയായ LDF-നെ ജനങ്ങൾ ശിക്ഷിച്ചതിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പങ്ക് വളരെ വലുതാണ്. നോക്കണേ, ഡിസംബർ 14-ന് ഇലക്ഷൻ റിസൾട്ട് വന്ന് ദിവസങ്ങൾക്ക് ശേഷം റിജി ലൂക്കോസിന്റെ പോസ്റ്റാണിത്. സമാനതകളില്ലാത്ത വികസനങ്ങളും കരുതലുകളും നൽകി മാതൃകയായ LDF-നെ, ഇവിടെ അദ്ദേഹം LDF-നെ പുകഴ്ത്തുന്നു. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം തഴുകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്നോ ഡിസംബർ 14 കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വെള്ളാപ്പള്ളി നടേശനെ തഴുകാൻ ഉള്ള മനോഭാവമോ ആയോ എന്നെനിക്കറിയില്ല. അതിനുള്ള മാറ്റം വന്നെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ LDF-നെ അദ്ദേഹം തള്ളിപ്പറയുകയാണ്. മാതൃകയായ LDF എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹം നിശ്ചയമായും LDF-നെ കുറ്റം പറയുന്ന രീതിയിൽ LDF-ന്റെ ഓരോ പ്രശ്നങ്ങളും കുറവുകളും എടുത്താണ് അദ്ദേഹം ജനുവരി മാസം 8-ാം തീയതി BJP-യിൽ ചേരുന്നതായിട്ട് നമ്മൾ കണ്ടത്. ആ പോസ്റ്റിന് ശേഷവും എന്നാൽ ചില ഈ ശബരിമല കൊള്ളയോടനുബന്ധിച്ച് തന്നെ
ചിലർക്കെതിരെ CPM-ൽ അതിൽ പങ്കുള്ള ചിലർക്കെതിരെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്നാൽ അദ്ദേഹം വിമർശിക്കുന്നതുമുണ്ട്. അത്ര രൂക്ഷമായ വിമർശനമല്ല എങ്കിലും ഇനിയും ചുമക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊന്ന് കൊള്ളക്കേസിൽ പ്രതിയായവരിൽ ഒരു വ്യക്തിയാണ്. CPM പത്തനംതിട്ട സെക്രട്ടറി. എനിക്ക് പേരറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. അതോടൊപ്പം തന്നെ ഈ ഇലക്ഷൻ റിസൾട്ട്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ഓൾമോസ്റ്റ് എയറിലായ ഒരു വ്യക്തിയാണ് നമ്മുടെ MM മണി സാർ. പെൻഷൻ എല്ലാം വാങ്ങി ശാപ്പാടടിച്ച് നൈമിഷിക വികാരത്തിൽ വോട്ട് ചെയ്ത ജനങ്ങൾ നന്ദികേട് കാണിച്ചു എന്ന വളരെ ഒരു മാസ് ഡയലോഗ് MM മണി കാണിച്ചിരുന്നു. MM മണി പറഞ്ഞിരുന്നു. എന്നാൽ അതിനെതിരെ അദ്ദേഹം റെജി ലൂക്കോസ് വളരെ മാന്യമായി പറഞ്ഞു കേട്ടോ. തികച്ചും അപമാനകരം, തിരുത്തിയത് നന്നായി എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറ്റം പറയേണ്ടിയെടുത്ത് അദ്ദേഹം ഒരു വ്യക്തിയുടെ ആണെങ്കിൽ പോലും കുറവ് അദ്ദേഹം CPM-ലെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത, കാരണം ജനങ്ങളുടെ പണം കൊണ്ടാണ് ഈ പറയുന്ന രാഷ്ട്രീയക്കാരെല്ലാം പുട്ടടിക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നു ജനങ്ങൾ പുട്ടടിച്ചിട്ട് വോട്ട് മാറ്റി കുത്തിയത്. അപ്പോൾ അതിനെ എതിർക്കേണ്ടടുത്ത് റെജി ലൂക്കോസിന്റെ എനിക്കൊന്നു CPM-ലെ ഒരു CPM-ൽ നിൽക്കുമ്പോൾ അദ്ദേഹം CPM-ന് എതിരായി ഒരു പോസ്റ്റ് കണ്ടതിൽ ഇത് മാത്രമാണുള്ളത്. അപ്പോൾ ഞാനൊന്ന് പറയട്ടെ, എനിക്കങ്ങനെ ഒരു പാർട്ടിയോടും വിയോജിപ്പുമില്ല യോജിപ്പുമില്ല. ഒറ്റ രാത്രി കൊണ്ട് ജനുവരി 6 വരെ 4 വരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റും 5-ാം തീയതിയിലുള്ള ചാനൽ ചർച്ചയ്ക്കും ശേഷം 48 മണിക്കൂറോ 24 മണിക്കൂറിനുള്ളിൽ BJP-യിലേക്ക് ചാടിയ ശ്രീ മുൻ ഇടത് സഹയാത്രികനായ റെജി ലൂക്കോസ് ഒറ്റ രാത്രി കൊണ്ട് റെജി ലൂക്കോസ് G ആയതിനെ ഒരു അന്വേഷണം നടത്തിയെന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ഒരു മാസം ഉണ്ടായിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, പുതിയൊരു സംരംഭമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ നമ്മുടെ FTK എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.